ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. റെസ്പിറേറ്ററി സിസ്റ്റമാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇത്രയുമാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെറ്റ്വർക്കാണ്. എന്താണ് അതിൻ്റെയൊക്കെ ഓർഗൻ്റെയും ടിഷ്യൂവിൻ്റെ, അത് എന്തിനു സഹായിക്കുന്നതായിട്ട് ഹെൽപ്പ് അസ് ബ്രീത്ത്, നമ്മളെ ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ദാറ്റ് ഹെൽപ്പ് അസ് ബ്രീത്ത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി സിസ്റ്റം ഇസ് ടു ഇൻട്രൊഡ്യൂസ് ഓക്സിജൻ ഇൻ ടു ദ ബോഡി ആൻഡ് എക്സ്പെൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ ബോഡി. എന്താ പറഞ്ഞേ? നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ശരീരത്തിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറം തള്ളിയിട്ട് ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് എന്ത്? റെസ്പിറേറ്ററി സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്നത്. ഓക്കെ, ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് നമ്മൾ അതിന് രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെ? അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും ലോവർ റെസ്പിറേറ്ററി സിസ്റ്റം പാർട്സ് എന്നും, അല്ലെ അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം പാർട്സ് എന്നും ലോവർ റെസ്പിറേറ്ററി സിസ്റ്റം പാർട്സ് എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്നത് നാസൽ ക്യാവിറ്റി, ഫാരിൻസ്, ലാരിൻസ്. ഇത്രയുമാണ് അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? നാസൽ ക്യാവിറ്റി, ഫാരിൻസ് ആൻഡ് ലാരിൻസ്. ദെൻ ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ട്രക്കിയ, ബ്രോങ്കായി, ബ്രോങ്കിയോൾസ്, ലങ്സ് ആൻഡ് അൽവിയോളെ. ഇത്രയുമാണ് ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് വരുന്നത്. ഓക്കെ, എത്രയായിട്ട് അതിനെ എന്ത് ചെയ്തു? അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം പാർട്സ് എന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചു. ദെൻ ഇതെന്താണ്? ഇതാണ് നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റം. എന്താണ് ഇതിൻ്റെ ഏതൊക്കെയാണ് പാർട്സ്? ഏതാണ്? നാസൽ ക്യാവിറ്റി, നമ്മൾ നോസിൽ കൂടിയാണ് എന്തെടുക്കുന്നത്? ശ്വാസം എടുക്കുന്നത്. ദെൻ നാസൽ ക്യാവിറ്റി, ഫാരിൻസ് അല്ലേ. ദെൻ ഫാരിൻസിൻ്റെ മറ്റൊരു പേരാണ് ത്രോട്ട് എന്ന് പറയും. അതിന് എന്തെന്ന് പറയും? ത്രോട്ട് എന്ന് പറയും. എന്തെന്ന് പറയും? ത്രോട്ട് എന്ന് പറയും. അപ്പോൾ ഫാരിൻസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കാണപ്പെടുന്നത് അതിൻ്റെ റിപ്പോസിഷനെ അനുസരിച്ച്, അതായത് നാസൽ ക്യാവിറ്റിയുടെ അടുത്ത് വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോർഷനെ നമ്മൾ എന്തെന്ന് പറയും? നാസോ ഫാരിൻസ് എന്ന് പറയും. ഓറൽ ക്യാവിറ്റിയുടെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഓറോ ഫാരിൻസ് എന്നും, ലാരിൻസിൻ്റെ അടുത്തായിട്ട് കാണുന്നതിന് ലാരിൻഗോ ഫാരിൻസ് എന്നുമാണ് പറയുന്നത്. ക്ലിയർ? ദെൻ നോട്ട് ചെയ്ത് പഠിക്കണേ. നിങ്ങളിത് ക്ലാസ് കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു റഫ് ബുക്ക് എടുത്ത് വെച്ചിട്ട് പറയുന്ന പോയിൻറ്റ്സ് ഒന്ന് നോട്ട്സ് ചെയ്ത് പോകണം. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് പറഞ്ഞേ? നാസൽ ക്യാവിറ്റി പറഞ്ഞു, നമ്മൾ പിന്നെന്താ പറഞ്ഞേ? ഫാരിൻസ് പറഞ്ഞു. ഫാരിൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നാസോ ഫാരിൻസ്, ഓറോ ഫാരിൻസ് ആൻഡ് ലാരിൻഗോ ഫാരിൻസ്, ദെൻ ലാരിൻസ്. ലാരിൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലാരിൻസ് എന്ന് വെച്ചാൽ വോയിസ് ബോക്സ്. എന്താണ്? വോയിസ് ബോക്സ് അല്ലെങ്കിൽ വോക്കൽ കോഡ്. എന്തെന്ന് പറയും ഇതിനെ? വോയിസ് ബോക്സ് അല്ലെങ്കിൽ വോക്കൽ കോഡ് എന്ന് പറയും. എന്തെന്ന് പറയും? വോക്കൽ കോഡ് എന്ന് പറയും. വോയിസ് ബോക്സ് കേട്ടോ, അല്ലെങ്കിൽ വോക്കൽ കോഡ്. ദെൻ ട്രക്കിയയുടെ മറ്റൊരു പേരെന്താണ്? ട്രക്കിയയുടെ മറ്റൊരു പേരാണ് വിൻഡ് പൈപ്പ്. എന്താണ് ട്രക്കിയയുടെ മറ്റൊരു പേര്? വിൻഡ് പൈപ്പ്. ദെൻ ട്രക്കിയ 2 ലങ്സിലേക്ക് വിഭജിക്കപ്പെടും. എന്താണ്? 2 ലങ്സിലേക്ക് വിഭജിക്കപ്പെടും അല്ലേ. അതിന് ബ്രോങ്കൈ എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയും? ബ്രോങ്കൈ. എന്തെന്ന് പറയും? ബ്രോങ്കൈ. ദാറ്റ് മീൻസ് ലാർജ് എയർവേസ്. അതിൻ്റെ അനദർ നെയിം എന്താണ്? ലാർജ് എയർവേസ്. ബ്രോങ്കൈ, ലാർജ് എയർവേസ്. ഈ ലാർജ് എയർവേസ് വീണ്ടും ഡിവൈഡ് ചെയ്യപ്പെടും, ബ്രാഞ്ചസ് ആയിട്ട് മാറും. നമ്മളുടെ ഈ മരങ്ങളുടെ ട്രീസൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ഇത് ബ്രാഞ്ചസ് ആയിട്ട് മാറും. അതിന് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ബ്രോങ്കിയോൾസ്. എന്താണ് അതിന് പറയുന്നത്? ബ്രോങ്കിയോൾസ് എന്ന് പറയും. ദാറ്റ് ഈസ് സ്മോൾ എയർവേസ്. എന്താണത്? സ്മോൾ എയർവേസ്, ബ്രോങ്കിയോൾസ്. ക്ലിയർ? ഇതിന് ഈ ബ്രോങ്കിയോൾസ് എൻഡ് ഇൻ ആൻ എയർ സാക്ക്. എവിടെ എൻഡ് ചെയ്യപ്പെടും? ഒരു എയർ സാക്കിലോട്ട് എയർ സാക്കിലോട്ട് എൻഡ് ചെയ്യപ്പെടും. അതിന് പറയുന്നത് എന്താണെന്നറിയാമോ? അൽവിയോളൈ. എന്താണ് അതിന് പറയുന്നത്? അൽവിയോളൈ. അൽവിയോളൈ ഈസ് ദ ടിഷ്യൂ ഓഫ് ദ ലങ്സ്. ഇവിടെയാണ് എന്ത് നടക്കുന്നത്? അൽവിയോളയിലാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. എന്ത് നടക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. അത് നോട്ട് ചെയ്തോ. അൽവിയോളയിലാണ് എന്ത് നടക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. പിന്നെ 2 ലങ്സ്, ഈച്ച് ലങ്സ്, റൈറ്റ് ലങ് ആൻഡ് ലെഫ്റ്റ് ലങ്. എന്താണുള്ളത്? റൈറ്റ് ലങ് ആൻഡ് ലെഫ്റ്റ് ലങ്. ക്ലിയർ? ഇനി ഈ ലങ്സിനെ കവർ ചെയ്ത് എന്ത് കാണപ്പെടും? ഈ ലങ്സിനെ കവർ ചെയ്ത് ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. എങ്ങനെയുള്ള മെംബ്രെയിനാണ് ഉള്ളത്? ഇറ്റ് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കോൾഡ് പ്ലൂറ. അതിനെന്താണ് പറയുന്നത്? പ്ലൂറ. എന്തെന്ന് പറയും? പ്ലൂറ. ഇറ്റ് ഈസ് കോൾഡ് ദ പ്ലൂറ. നോട്ട് ചെയ്തോ.
the lungs is covered by a double layered membrane called pleura. ലങ്സിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഡബിൾ ലെയർഡ് മെംബ്രെയിൻ പറയുന്ന പേരെന്താണ്? പ്ലൂറ. എന്താണ്? പ്ലൂറ. ഓക്കെ. ദെൻ 2 ലങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലങ്സിന് എന്താണെന്നറിയാം, ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് തൊറാസിക് ക്യാവിറ്റിയിലാണ്. എവിടെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ചെസ്റ്റ് ക്യാവിറ്റി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. തൊറാസിക് ക്യാവിറ്റിക്കുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ലങ്സ് കാണപ്പെടുന്നത്. ലങ്സ് മാത്രമേ ഉള്ളൂ തൊറാസിക് ക്യാവിറ്റിക്കുള്ളിൽ. ഈ ലങ്സിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് മിഡിൽ പോർഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക്, ഇടത് സൈഡിലേക്ക് എന്ത് കാണപ്പെടും? ഇടത് സൈഡിലേക്ക് ഹാർട്ട് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഹാർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നതും തൊറാസിക് ക്യാവിറ്റിയുടെ ആണ്. എവിടെയായിട്ടാണ്? ഈ ലങ്സിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് ലെഫ്റ്റ് പോർഷനിലോട്ടാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ലങ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഈ ഹാർട്ട് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് കാരണം ലെഫ്റ്റ് ലങ് കുറച്ച് ചെറുതാണ്. എന്താണ്? കുറച്ച് സ്മോളാണ്. അപ്പം ഇതിൻ്റെ തമ്മിൽ റൈറ്റ് ലങ്ങും ലെഫ്റ്റ് ലങ്ങും തമ്മിൽ സൈസിൽ വ്യത്യാസം ഉണ്ട്. കാരണം ഈ സ്പേസ് ഇവിടെ ഒക്കുപ്പൈ ചെയ്യുന്ന എന്താ? ഹാർട്ട് ഒക്കുപ്പൈ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഇച്ചിരി അതിന് എത്ര ലോബേ ഉള്ളൂ? ഈ ലങ്സിന് 2 ലോബ്സേ ഉള്ളൂ. ഓൺലി 2 ലോബ്സേ ഉള്ളൂ. പക്ഷെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ വേറെ ഒന്നും സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നില്ല. റൈറ്റ് സൈഡിൽ ലങ്സ് വേറെ ഒരു ഹാർട്ടോ ഒന്നും ഒക്കുപ്പൈ ചെയ്യാത്തതുകൊണ്ട് അതിനെത്ര സ്പേസ് കൂടുതലാണല്ലേ. അപ്പോൾ അതിനെന്തെന്ന് പറയും? അതിനെത്ര ലോബുകളുണ്ട്? 3 ലോബുകളുണ്ട്. എത്ര ലോബുകളുണ്ട്? 3 ലോബ്സ് ഉണ്ട്. 3 ലോബ്സ് ഉണ്ട്. ഇതിന് 3 ലോബ്സ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിന് 2 ലോബുകൾ, 2 ലോബ്സേ ഉള്ളൂ. 2 ലോബ്സും 3 ലോബ്സ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ലങ് ഹാസ് ഓൺലി 2 ലോബ്സ് ആൻഡ് ദ റൈറ്റ് സൈഡ് ലങ് ഹാസ് 3 ലോബ്സ്. വൈ? കാരണം എന്താ പറയേണ്ടത്? ഡ്യൂ ടു ദ സ്പേസ് ഓക്കുപൈ ബൈ ദ ഹാർട്ട് ദ ലെഫ്റ്റ് ലങ് ഹാസ് ഓൺലി 2 ലോബ്സ് എന്ന് പറയണം. കേട്ടല്ലോ? അത് എന്താണ്? അതിൻ്റെ സ്പേസ്, ആ ഒരു സ്പേസിൽ എന്ത് കാണപ്പെടുന്നു? ഹാർട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് ആ സ്പേസ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഇറ്റ് ഹാസ് ഓൺലി 2 ലോബ്സ്. ലെഫ്റ്റ് ലങ് ഹാസ് ഓൺലി 2 ലോബ്സ് എന്ന് പറയണം. കേട്ടോ? അപ്പം ലെഫ്റ്റ് ലങ്ങിന് 2 ലോബുകൾ മാത്രമേ ഉള്ളൂ. റൈറ്റ് ലങ്ങിന് 3 ലോബുകൾ ഉണ്ട്. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ പാർട്സ് വരുന്നത് ഏതൊക്കെയാണ്? നാസൽ ക്യാവിറ്റി, ഫാരിൻസ്, ലാരിൻസ് ആണ്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് പാർട്സ് എന്ന് പറയുന്നത്. ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് പാർട്സ് വരുമ്പോഴത്തേക്ക് ട്രക്കിയ, ബ്രോങ്കായി, ബ്രോങ്കിയോൾസ്, അൽവിയോളൈ, ലങ്. ഇത്രയാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് പാർട്സ് വരുന്നത്. അപ്പം റെസ്പിറേറ്ററി ട്രാക്റ്റിനെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പാർട്സും പറഞ്ഞു. ഓക്കെ. ഇനി എന്താണ് ഈ ഓരോന്നും പറയല്? ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ്, അല്ലെങ്കിൽ ദിസ് ഈസ് ദ അനാട്ടമി ഓഫ് ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം. ക്ലിയർ? ഇനിയും ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് മനസ്സിലായല്ലോ. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? നാസൽ ക്യാവിറ്റി ഉണ്ട്, ഫാരിൻസ്, ലാരിൻസ്, ട്രക്കിയ, ബ്രോങ്കായി, ബ്രോങ്കിയോൾസ്, ലങ് ഉണ്ട്, അൽവിയോളൈ ഉണ്ട്. ഓക്കെ. ഇത്രയുമാണ് ഇതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് വരുന്നത്. ഇനിയും നമുക്ക് എന്താണ് റെസ്പിറേഷൻ എന്ന് നോക്കാം. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ഈസ് നൂൺ ആസ് റെസ്പിറേഷൻ. എന്താ പറഞ്ഞേ? ഇൻഹലേഷനും എക്സലേഷനും എന്തെന്നറിയപ്പെടുന്നു? റെസ്പിറേഷൻ എന്നറിയപ്പെടുന്നു. ഇൻഹലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഹെയിൽ, ദാറ്റ് മീൻസ് ടേക്കിംഗ് ഇൻ ഓഫ് ഓക്സിജൻ. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എന്താ എടുക്കുന്നത്? ഓക്സിജൻ ബ്രീത്ത് ചെയ്ത് ഇൻ ചെയ്യും അല്ലേ. ഇൻഹലേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഓഫ് ഓക്സിജൻ. ആൻഡ് നോട്ട് ചെയ്തോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഇൻഹലേഷൻ്റെ ഡെഫിനേഷൻ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഓഫ് ഓക്സിജൻ ആൻഡ് എക്സലേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് ഗിവിങ് ഔട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതിനാണ് എക്സലേഷൻ എന്ന് പറയുന്നത്. ബ്രീത്ത്
ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. അല്ലെങ്കിൽ നമുക്ക് കോമൺലി റെസ്പിറേഷൻ എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഗിവൺ ഔട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നോൺ ആസ് റെസ്പിറേഷൻ. ക്ലിയർ? ഒരു അഡൽറ്റിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ 14 to 16, 18 പെർ മിനിറ്റ് ആണ് കേട്ടോ. 12 to 16 അല്ലെങ്കിൽ 12 to 18 പെർ മിനിറ്റ് ആണ് ഒരു അഡൽറ്റിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഇൻഹലേഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് പ്രോസസ്സാണ്. എക്സലേഷൻ എന്ന് പറയുന്നത് പാസീവ് പ്രോസസ്സാണ്. ഇൻഹലേഷന് എനർജി ആവശ്യമാണ്, എക്സലേഷന് എനർജി ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ റെസ്പിറേഷൻ എന്നത് പറയുന്നത് എന്താണെന്ന് ക്ലിയർ ചെയ്തല്ലോ. ഇൻഹലേഷൻ അല്ലെങ്കിൽ അതിനെ ഇൻസ്പിറേഷൻ എന്നും എക്സ്പിറേഷൻ എന്നും പറയും കേട്ടോ. ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, ഇൻസ്പിറേഷൻ ആൻഡ് എക്സലേഷൻ, ദാറ്റ് മീൻസ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ഓക്സിജൻ ആൻഡ് ബ്രീത്ത് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ആ ബ്രീത്ത് ആണ് എന്താണ് റെസ്പിറേഷൻ അല്ലേ. റെസ്പിറേഷൻ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമുക്ക് ഇതെന്ന് നോക്കാം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ദ പ്രോസസ് ഓഫ് ഫിസിയോളജിക്കൽ റെസ്പിറേഷൻ ഇൻക്ലൂഡ്സ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇതിൻ്റെ ഫങ്ഷൻ 2 മേജർ പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ റെസ്പിറേഷൻ, എന്താ പറഞ്ഞത്? എക്സ്റ്റേണൽ റെസ്പിറേഷൻ ആൻഡ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ. എക്സ്റ്റേണൽ റെസ്പിറേഷൻ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ദാറ്റ് മീൻസ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ലങ്സ് തമ്മിൽ നടക്കുന്നതാണ് അല്ലേ. ആ ലങ്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്കും അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ ഉള്ളിലേക്കും സ്വീകരിക്കുന്ന പ്രോസസ്, ദാറ്റ് ഈസ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് അല്ലേ. ബ്രീത്ത് ഇൻ ഓക്സിജൻ ആൻഡ് ബ്രീത്ത് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. അപ്പം 2 പ്രോസസ്സാണ്. ഫിസിയോളജിക്കൽ റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ റെസ്പിറേഷനും ഇൻറ്റേർണൽ റെസ്പിറേഷനും. ഇനി ഈ ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ സെൽസ് ആൻഡ് ദ ബ്ലഡ് വെസൽസ്. അതായത് ഈ ഞാൻ പറഞ്ഞു അൽവിയോളി ഓഫ് ദ ലങ് അല്ലേ, എയർ സാക്കിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഓക്സിജൻ എവിടെ എത്തും? ഈ എയർ സാക്കിലെത്തും. ഈ എയർ സാക്കിൽ നിന്ന് അതിനെ ചുറ്റപ്പെട്ട് നിരവധി ബ്ലഡ് വെസൽസ് ഉണ്ട്. ആ ബ്ലഡ് വെസൽസിലോട്ട് ഓക്സിജൻ എൻ്റർ ചെയ്യപ്പെടും. അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചിങ്ങോട്ടും എൻ്റർ ചെയ്യപ്പെടും ത്രൂ ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ. എന്താണ് അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്ന്? ബ്ലഡ് വെസൽസിൽ നിന്ന് അൽവിയോളയിലേക്കും അൽവിയോളയിൽ നിന്ന് ഓക്സിജൻ തിരിച്ച് ബ്ലഡ് വെസൽസിലേക്കും എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലെത്തി ഹാർട്ട് ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് പമ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ലങ്സിൽ നടക്കുന്ന ഫിസിയോളജി എന്താണ് ആ ഫങ്ഷൻ ലങ്സിൻ്റെ? ആ റെസ്പിറേഷൻ ആണ് അല്ലേ. 2 തരമുണ്ട്, എക്സ്റ്റേണൽ റെസ്പിറേഷനും ഇൻറ്റേർണൽ റെസ്പിറേഷനും എന്ന് പറഞ്ഞു. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ലങ്സും അറ്റ്മോസ്ഫിയറും തമ്മിൽ ക്യാരി ഔട്ട് ചെയ്യുന്നതാണ് അല്ലേ. ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലങ്സിലേക്ക് സ്വീകരിക്കും, ലങ്സിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്പെൽ ചെയ്യും അറ്റ്മോസ്ഫിയറിലേക്ക്. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ ഉള്ളിൽ നടക്കുന്നതാണ് അല്ലേ. ഈ ലങ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എയർ സാക്ക് ഉണ്ടല്ലോ. എയർ സാക്കും അതിനുള്ളിൽ, അതായത് അൽവിയോളയും ബ്ലഡ് വെസൽസിലും തമ്മിൽ നടക്കുന്ന, ലങ്സും ബ്ലഡ് വെസൽസും തമ്മിൽ എന്ത് നടക്കും? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കും. അതിന് ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് പറയും. Then respiration begins at the nose or mouth where oxygenated air is brought before moving down the pharynx, larynx and the trachea. The trachea branches into 2 bronchi, each leading into lung. ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നല്ലേ. Each bronchus divided into smaller bronchi and again into even smaller tubes called bronchioles. At the end of the bronchiole there are air sac called alveoli and this is where gas exchange occurs. അപ്പോൾ മനസ്സിലായില്ലല്ലോ, ഞാനതൊന്ന് കാണിച്ചു തന്നെ പറഞ്ഞുതരാം. എന്താ പറഞ്ഞത്? ആ ഒരു പ്രോസസ്സ് പറഞ്ഞത്. ഇപ്പം നാസൽ ക്യാവിറ്റിയിൽ നിന്ന് ഓക്സിജൻ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എന്താണ് ശ്വാസം എടുക്കുമ്പോൾ ഓക്സിജൻ നോസ്ട്രിൽസിൽ നിരവധി ഹെയർസും മ്യൂക്കസ് മെമ്പറൈനും ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ എടുക്കുന്ന ഓക്സിജൻ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, പൊടിപടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതൊക്കെ എവിടെ? നോസ്ട്രിൽസിനുള്ളിൽ ക്ലീൻ ചെയ്യപ്പെടും അല്ലേ. അതുപോലെ ഇപ്പം നമ്മൾ എടുത്ത തണുപ്പ് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അകത്തോട്ട് ഉള്ളിലോട്ട് എടുത്ത ശ്വാസത്തിൽ തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും? നോസ്ട്രൽസിനുള്ളിൽ. അത് ബോഡി ടെമ്പറേച്ചറുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ ആ എയർ എൻ്റർ ചെയ്യും എങ്ങോട്ട്? ഫാരിൻസ്, അതായത് ത്രോട്ടിൽ, ലാരിൻസിലേക്ക്, ദെൻ ട്രക്കിയ ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈച്ച് ലങ്സിലേക്ക് എത്തി ബ്രോങ്കിയോൾസ് വഴി എവിടെ എത്തും? ഈ അൽവിയോളൈ, ഈ എയർ സാക്കിൽ എത്തും. മില്യൺസ് ഓഫ് എയർ സാക്കാണ് ലങ്സിനുള്ളിൽ കാണപ്പെടുന്നത്. നമ്മുടെ ലങ്സിനുള്ളിൽ എയർ സാക്കിനുള്ളിലാണ്, ഈ അൽവിയോളയ്ക്കുള്ളിലാണ് എന്ത് നടക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ കുറച്ചും കൂടി ആ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് കുറച്ചും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദിസ് ഈസ്
അൽവിയോളെ. ഇതെന്താണ്? അൽവിയോളയാണ്. ഇത് ബ്രോങ്കൈയാണ്, ലാർജ് എയർവേ. ബ്രോങ്കൈ വീണ്ടും എന്താകും? ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. ബ്രോങ്കിയോൾസ് എന്ന് പറഞ്ഞാൽ സ്മോൾ എയർവേസ്. എന്താണ് ബ്രോങ്കിയോൾസ് എന്ന് വെച്ചാൽ? എന്താണ്? സ്മോൾ എയർവേസ്. ഈ ബ്രോങ്കിയോൾസ് എൻഡ് ഇൻ എൻ എയർ സാക്ക്. എങ്ങോട്ടാണ് എൻഡ് ചെയ്യുന്നത്? എയർ സാക്കിലേക്കാണ് അല്ലേ? എങ്ങനെയുള്ള ബ്രോങ്കിയോൾസ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ ബ്രോങ്കിയോൾസ് ആണ്. എന്താണ്? ആ എയറിനെ ടെർമിനേറ്റ് ചെയ്യും. എങ്ങോട്ട്? ഈ എയർ സാക്കിലേക്ക് ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് പറയുന്ന ഈ ബ്രോങ്കിയോൾസിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? ടെർമിനൽ ബ്രോങ്കൈ എന്നും കൂടെ വിളിക്കും. അതിനെ ടെർമിനേറ്റ് ചെയ്യും. ഈ എയറിനെ ബ്രോങ്കിയോൾസിനുള്ളിലേക്ക് ഇത് ടെർമിനേറ്റ് ചെയ്യും. ദെൻ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് അൽവിയോളയാണ്. ഈ അൽവിയോളി നിരവധി ഉണ്ടല്ലേ, മെനി അൽവിയോളേസ്. അത് ഒന്നിച്ചിങ്ങനെ ഗ്രേപ്സ് ലൈക്ക് സ്ട്രക്ചറാണ് അതിന്. അപ്പോൾ അതിനെ ഫുള്ള് കവർ ചെയ്ത് എന്തുണ്ട്? ബ്ലഡ് വെസൽസ് കാണുന്നില്ലേ? ഈ ബ്ലൂ കളറിൽ കാണുന്നത് വെയിനും റെഡ് കളറിൽ കാണപ്പെടുന്നത് എന്താണ്? ആർട്ടറിയുമാണ്. അതായത് ആർട്ടറി ജോയിൻസ് ചെയ്യുന്ന സൈഡും വെയിൻ ജോയിൻസ് ചെയ്യുന്ന സൈഡും. അതായത് ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെ വൺ സൈഡ് ജോയിൻ എന്താണ്? ആർട്ടറി, വൺ സൈഡ് എന്തായിരിക്കും? വെയിൻ ആയിരിക്കും ജോയിൻ ചെയ്യുന്നത് അല്ലേ? അപ്പം ബ്ലഡ് ക്യാപ്പിലറീസിൽ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിൽ കൂടിയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പം എന്താണ്? ഈ അൽവിയോളയെ ചുറ്റപ്പെട്ട് നിരവധി ബ്ലഡ് ക്യാപ്പിലറീസിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ സെല്ലിൻ്റെ ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മളുടെ ശരീരത്തിനുള്ളിൽ എവിടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? മെറ്റബോളിസം നടക്കുമ്പോൾ, സെല്ലിൻ്റെ ചാപ്റ്ററിൽ പഠിപ്പിച്ചാണല്ലേ, മെറ്റബോളിസം നടക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് സെല്ലിനുള്ളിൽ എന്ത് റിലീസ് ചെയ്യപ്പെടും? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെടും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടോ? ഇല്ല, ഇറ്റ് ഈസ് ഹാംഫുൾ അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യപ്പെടണം? എക്സ്പെൽ ഔട്ട് ചെയ്യണം അല്ലേ? നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിനെ പുറന്തള്ളണം. എങ്ങനെയാണത് പുറന്തള്ളപ്പെടുന്നത്? ആ സെല്ലിനുള്ളിലെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡ് വെസൽസ് വഹിച്ച് എവിടെ എത്തിക്കും? ഹാർട്ടിലെത്തിക്കും. ഹാർട്ട് അത് ലങ്സിലോട്ട് എത്തിക്കും. ലങ്സിൽ എന്ത് നടക്കണം? എക്സ്ചേഞ്ച് നടക്കണം. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളിയിട്ട് എന്തിനെ സ്വീകരിക്കണം? ഓക്സിജനെ സ്വീകരിക്കണം. ഈ സ്വീകരിച്ചിട്ട് അത് ആ ഓക്സിജൻ ഓക്സിജൻ ഈ എയർ സാക്കിനുള്ളിലാണ് പിന്നെ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഈ ഓക്സിജൻ ഈ ബ്ലഡ് വെസൽസിനുള്ളിലേക്ക് എൻട്രി ചെയ്യപ്പെടും. ഈ ബ്ലഡ് വെസൽസിനുള്ളിൽ എൻട്രി ചെയ്തിട്ട് അത് തിരിച്ച് ഹാർട്ടിൽ ചെല്ലും. ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ എവിടെ എത്തും? ഹാർട്ടിലെത്തും. ഹാർട്ട് അതിനെ ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് പമ്പ് ചെയ്യും. ക്ലിയർ? അപ്പം ഈ എന്താണ്? ഈ സെല്ലിനുള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വഹിച്ച് എവിടെ എത്തി? ഹാർട്ടിലെത്തി. ഹാർട്ട് അതിനെ ലങ്സിലോട്ട് പമ്പ് ചെയ്യപ്പെടുമ്പോൾ ലങ്സിൽ കാണപ്പെടുന്ന, അതായത് എയർ സാക്കിനെ ചുറ്റിപ്പറ്റി കാണപ്പെടുന്ന ബ്ലഡ് വെസൽസിനുള്ളിൽ നിരവധി എന്തുണ്ട്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് ഉണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യപ്പെടും? ഈ ആൽവിയോളയിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടും. ഇതിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എയർ സാക്കിലോട്ടും അവിടെ നിന്ന് ഓക്സിജൻ എങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യപ്പെടും? ഈ ബ്ലഡ് വെസൽസിലേക്കും ഡിഫ്യൂസ് ചെയ്യപ്പെടും. ഇങ്ങനെ ചെയ്യുന്ന ഈ എക്സ്ചേഞ്ച് കണ്ടോ? ഇങ്ങനെയുള്ളൊരു എക്സ്ചേഞ്ച്, അതായത് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടന്നു അവിടെ അല്ലേ? ഗ്യാസ് എക്സ്ചേഞ്ച് നടന്നു. ഒറ്റും അകത്തോട്ടും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ടും എടുത്ത് ആ ഒരു പ്രോസസ്സിനാണ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ രണ്ട് തരം റെസ്പിറേഷൻ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എക്സ്റ്റേണൽ റെസ്പിറേഷനും ആൻഡ് ഫിസിയോളജി. എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫിസിയോളജി പറയുമ്പോൾ രണ്ടെണ്ണമാണ് മേജർ പാർട്സ് ആയിട്ട് തിരിച്ചേക്കുന്നത്. എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ റെസ്പിറേഷനും ഇൻറ്റേർണൽ റെസ്പിറേഷനും. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എവിടെയാണ് നടന്നത്? ലങ്സും അറ്റ്മോസ്ഫിയറും തമ്മിലാണ് നടന്നത് അല്ലേ? അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജനെ സ്വീകരിച്ച് എവിടെ എത്തി? ഓക്സിജൻ അൽവിയോളയിലെത്തി. ഇനി അൽവിയോളയിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യാം? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അൽവിയോളയ്ക്കുള്ളിൽ അതിനെ ചുറ്റിപ്പറ്റി ബ്ലഡ് ക്യാപ്പിലറീസ് ഉണ്ട്. ഇത് തമ്മിൽ ഈ ബ്ലഡും ടിഷ്യൂവും തമ്മിൽ എന്ത് നടക്കും? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കും. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ. എന്താണ് അതിന് പറയുന്നത്? ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി എങ്ങനെയാണ് ഈ ഗ്യാസ് പുറത്ത് പോകും? നമ്മുടെ ലങ്സിൽ നിന്ന് നമ്മുടെ ലങ്സിനുള്ളിൽ നിന്ന് ഈ ഓക്സിജൻ പുറത്ത് പോകുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് പോകുന്നു, ഓക്സിജനെ സ്വീകരിക്കുന്നത് ഏത് പ്രോസസ്സാണെന്ന് നോക്കിക്കേ. ആൻ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ഓഫ് റെസ്പിറേഷൻ ഇസ് ദ ഡയഫ്രം. എന്താണ് മറ്റൊരു റെസ്പിറേഷന് സഹായിക്കുന്നത്? എന്താണ്? ഡയഫ്രം ആണ് അല്ലേ? വെൻ ദ ഡയഫ്രം കൺട്രാക്ട്, എപ്പോഴാണോ നമ്മുടെ ഡയഫ്രം ചുരുങ്ങുന്നത്, ഇറ്റ് ഫ്ലാറ്റൺ ആൻഡ് ദ ലങ് എക്സ്പാൻഡ്. ലങ് എന്ത് ചെയ്യും? ആ സമയത്ത് ലങ്സിൻ്റെ സ്പേസ് കൂടത്തില്ലേ? ഈ ഡയഫ്രം, അതിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഡയഫ്രം ചുരുങ്ങുമ്പോൾ ലങ്ങിൻ്റെ സ്പേസ് കൂടും. അതന്നേരം എന്ത് ചെയ്യും? ലങ് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓക്സിജൻ എൻ്റർ ചെയ്യും ഉള്ളിലേക്ക്. എന്താണ്? ഓക്സിജൻ എൻ്റർ ചെയ്യും. പിന്നെ ഈ ഡയഫ്രം വെൻ ഇറ്റ് റിലാക്സ് എയർ ഫ്ലോസ് ഔട്ട്. എന്താണ്? ഡയഫ്രം അതിൻ്റെ നോർമൽ പൊസിഷനിൽ വരുമ്പോഴത്തേക്ക് ലങ്സ് ചുരുങ്ങും. എന്നിട്ട് ലങ്സിനുള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും. ഞാനത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഇതാണ് ഡയഫ്രം. ഈ കാണുന്നതാണ് ഡയഫ്രം. എന്താണ്? ഡയഫ്രം. ഓക്കെ. ഈ ഡയഫ്രം
കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് ചുരുങ്ങുക അല്ലേ, കൺട്രാക്റ്റ് ചെയ്യുന്നതിൽ ചുരുങ്ങുക, അതിനർത്ഥം എന്താണ്, ചുരുങ്ങുക. അപ്പോൾ ഈ കൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഡയഫ്രം ചുരുങ്ങുമല്ല, ഡയഫ്രം ചുരുങ്ങുമ്പോൾ ഇവിടെ എന്താണ്, ലങ്സ് വികസിക്കും. എന്താകും, ലങ്സ് വികസിക്കും. ലങ്സ് വികസിക്കുമ്പം ഓക്സിജൻ എൻ്റർ ചെയ്യും ലങ്സിനുള്ളിലേക്ക്. ഓക്സിജൻ ലങ്സിനുള്ളിലേക്ക് എൻ്റർ ചെയ്യപ്പെടും, ബ്രീത്ത് ഇൻ ചെയ്യപ്പെടും അല്ലേ. ഇപ്പോൾ ഈ ലങ്സ് വികസിക്കുമ്പോൾ ഡയഫ്രം ചുരുങ്ങും, ലങ്സ് വികസിക്കും, അപ്പോൾ ഓക്സിജൻ എൻ്റർ ചെയ്യും. ദെൻ ഇനി ഡയഫ്രം അതിൻ്റെ നോർമൽ പൊസിഷനിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, ലങ്സ് ചുരുങ്ങും. എന്ത് ചെയ്യും, ലങ്സ് ചുരുങ്ങും. ലങ്സ് ചുരുങ്ങുമ്പോൾ ലങ്സിൽ നിന്ന് എന്ത് പുറന്തള്ളപ്പെടും, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടും. എന്ത് പുറന്തള്ളപ്പെടും, കാർബൺ ഡൈ ഓക്സൈഡ്. ലങ്സ് ചുരുങ്ങുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടും. ലങ്സ് വികസിക്കുമ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യപ്പെടും. അതായത് ഇവിടെ ഡയഫ്രം കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ, ചുരുങ്ങുമ്പോൾ ലങ്സ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ആകും അല്ലേ, വികസിക്കും, എക്സ്പാൻഡ് ചെയ്യും, അപ്പോൾ ഓക്സിജൻ എൻ്റർ ചെയ്യും. ഡയഫ്രം നോർമൽ പൊസിഷനിൽ വരുമ്പോൾ ലങ്സ് ചുരുങ്ങും, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും. ക്ലിയർ? ഈ BVoc സ്റ്റുഡൻസും BSc സ്റ്റുഡൻസും ഒക്കെ അവർക്ക് കൂടുതലായിട്ട് കുറച്ചേറെ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഈ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നോട്ട്സും അവൈലബിൾ ആണ്, നോട്ട്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ ബോർഡിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാനത് ബോർഡിൽ എടുത്ത് തരാം, ക്ലാസ് ഫുള്ളി കവർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വീഡിയോ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്, അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം പാർട്സ് എന്നും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ പാർട്സ് വരുന്നത് എന്തൊക്കെയാണ്, നാസൽ ക്യാവിറ്റി, ഫാരിൻസ്, ലാരിൻസ്. ദീസ് ആർ ദ അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം പാർട്സ്. ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ലങ്സ്, അൽവിയോളെ ഒക്കെയാണ് അല്ലേ. ഓക്കെ, നമ്മളത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഇതാണ് എന്ത്, റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ അനാട്ടമി മനസ്സിലാക്കണം. നമുക്കിപ്പം വളരെ റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നതാണ്. അപ്പം ഓരോ പാർട്സും നിങ്ങൾ മെൻഷൻ ചെയ്ത് പഠിക്കുക. നാസൽ ക്യാവിറ്റി, ഫാരിൻസിന് മറ്റൊരു പേരുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ നോട്ട് ചെയ്തിരുന്നല്ലോ. ലാരിൻസിൻ്റെ മറ്റൊരു പേര് ട്രക്കിയ, ലങ്സിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന മെംബ്രെയിനാണ്, ഡബിൾ ലെയർഡ് മെംബ്രെയിനാണ്. ആ മെംബ്രെയിൻ്റെ പേരെന്താണ്, ലങ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏത് ക്യാവിറ്റിയിലാണ്, ബ്രോങ്കൈയുടെ അനദർ നെയിം ഓഫ് ബ്രോങ്കൈ, അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ദ ആൽവിയോളൈ, അങ്ങനെയൊക്കെ കുറച്ചേറെ. എന്തുകൊണ്ടാണ് ലെഫ്റ്റിൽ അങ്ങനെ 2 ലോബുള്ളത്, റൈറ്റിൽ അങ്ങനെ 3 ലോബുള്ളത്, അത് എന്തുകൊണ്ടാണ്, അത് ഹാർട്ട് ഒക്കുപ്പൈ ചെയ്യുന്നതുകൊണ്ടല്ലേ. ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് കാണപ്പെടുന്നു, ഈ തൊറാസിക് ക്യാവിറ്റി ലങ്സിൻ്റെ മിഡിൽ ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഹാർട്ട് ഒക്കുപ്പൈ ചെയ്യുന്നതുകൊണ്ടാണ് ലെഫ്റ്റ് ലങ് കുറച്ച് ചെറുതായിട്ട്, അതിന് 2 ലോബ്സേ ഉള്ളൂ. ഓക്കെ, ഇതിനുള്ളിൽ എങ്ങനെയാണ്, ഇതിന് 2 തരം റെസ്പിറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഫിസിയോളജി പറയുമ്പോൾ മേജർ 2 പാർട്സ് ആണ്. എന്താണ്, എക്സ്റ്റേണൽ റെസ്പിറേഷനും ഇൻറ്റേർണൽ റെസ്പിറേഷനും. എക്സ്റ്റേണൽ റെസ്പിറേഷനും ഇൻറ്റേർണൽ റെസ്പിറേഷനും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറും ലങ്സും തമ്മിൽ ക്യാരി ഔട്ട് ചെയ്യുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളി പുറത്തേക്ക് കളഞ്ഞ് ഓക്സിജനെ സ്വീകരിക്കുക. ആ ഓക്സിജൻ എവിടെ വരും, എയർ സാക്കിൽ വരും. എയർ സാക്കിൽ പിന്നെ എന്ത് നടക്കും, വീണ്ടും ഇൻറ്റേർണൽ റെസ്പിറേഷൻ നടക്കും അല്ലേ. ഉള്ളിലോട്ട് പോകണ്ടേ, മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് എന്ത് ചെല്ലപ്പെടണം, ഈ സ്വീകരിച്ച ഓക്സിജൻ ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ചെല്ലപ്പെടണ്ടേ. അപ്പോൾ എവിടെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്, ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലോട്ട് എത്തിക്കണമെങ്കിൽ അത് ആരാണ് എത്തിക്കുന്നത്, ബ്ലഡ് വെസൽസ് വഴിയാണ് അത് പോകുന്നത് അല്ലേ. സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടല്ലേ. അപ്പോൾ ഈ ബ്ലഡ് ക്യാപ്പിലറീസ് ഈ അൽവിയോളയും തമ്മിൽ എന്ത് നടക്കും, ഈ അൽവിയോളയിലുള്ള ഓക്സിജൻ ബ്ലഡ് ക്യാപ്പിലറീസിലോട്ട് എൻ്റർ ചെയ്യും. അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ഇങ്ങോട്ട് ഈ എയർ സാക്കിലൊക്കെ എൻ്റർ ചെയ്യും അല്ലേ, അൽവിയോളയിലേക്ക് എൻ്റർ ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 തരം റെസ്പിറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റെസ്പിറേഷൻ ആൻഡ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഡയഫ്രം ചുരുങ്ങുമ്പോൾ ലങ്സ് വികസിച്ച് ഓക്സിജൻ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യപ്പെടും. ഡയഫ്രം തിരിച്ച് പൊസിഷനിൽ വരുമ്പോൾ ലങ്സ് ചുരുങ്ങും, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ പോർഷൻസ്. ഇനിയും ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക. എന്ത് പഠിച്ചാലും നമ്മൾ മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും മനസ്സിലാവില്ല ഒന്നും. ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ഉത്തരം എഴുതണ്ടേ. അപ്പോൾ ഈ പറയുന്നതൊക്കെ വീണ്ടും വീണ്ടും കണ്ടു പഠിക്കുക, എഴുതി പഠിക്കുക, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എഴുതി പഠിക്കണം. കേട്ടല്ലോ, എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.
See you on next video. Thank you.